ചതിയുടെ വാങ്കഡെ സഞ്ജുവിനെ കൊലയ്ക്ക് കൊടുത്ത സൂര്യൻ ഗംഭീറും ആരാധകർ കത്തുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ അനീതിയുടെ പേര് ഇന്ന് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നാണ്. 2026 ഫെബ്രുവരി 7 ലോകകപ്പ് നിലനിർത്താനിറങ്ങിയ ഇന്ത്യയുടെ ആദ്യ മത്സരം. എതിരാളികൾ അമേരിക്ക. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ടോസ് ഇടാൻ സൂര്യകുമാർ യാദവ് നടന്നു നീങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് മലയാളി ആരാധകരുടെ പ്രാർത്ഥന ഒന്നിനു വേണ്ടിയായിരുന്നു: പ്ലേയിങ് 11-ൽ സഞ്ജുവിൻ്റെ പേര് കേൾക്കാൻ. പക്ഷേ ആ അറിയിപ്പ് വന്നപ്പോൾ അത് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചിൽ തറച്ച കടാരയായിരുന്നു. സഞ്ജു ഈസ് മിസ്സിംഗ് ഔട്ട്. സഞ്ജുവിന് പകരക്കാരനായി ഇഷാൻ കിഷൻ ഓപ്പണറായി എത്തുന്നു. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ അവസരം ലഭിച്ചപ്പോൾ പരാജയപ്പെട്ടു എന്ന ഉടന്ത ന്യായവുമായാണ് BCCI സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിയത്. എന്നാൽ അതേ മാനദണ്ഡം മറ്റ് താരങ്ങൾക്ക് ബാധകമാണോ? കഴിഞ്ഞ 5 കളികളിൽ പലതവണ 0-ന് പുറത്തായ മറ്റു താരങ്ങളെ ടീമിൽ നിലനിർത്തിയപ്പോൾ സഞ്ജുവിന് മാത്രം എന്തിന് ഈ ബലിമൃഗമാക്കി? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരത്തിൽ പോലും സഞ്ജുവിന് ബാറ്റിംഗ് നൽകാതെ അപമാനിച്ച മാനേജ്മെന്റ് ലോകകപ്പിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്ന സംശയം ബലപ്പെടുന്നു. ഗൗതം ഗംഭീർ എന്ന പരിശീലകനിൽ മലയാളി ആരാധകർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നീതി നടപ്പിലാക്കുമെന്ന് കരുതിയ ഗംഭീറും ഒടുവിൽ സഞ്ജുവിനെ തഴയുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിയോ? ആരാധകർ ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ. ഇഷാൻ കിഷൻ ഒരു സെഞ്ചുറി നേടിയാൽ ഉടൻ ടീമിൽ സ്ഥാനം ഉറപ്പാക്കുമ്പോൾ IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും സഞ്ജു നടത്തിയ വീർപ്പൊഴുക്കലിന് എന്ത് വിലയാണുള്ളത്? സഞ്ജുവിനെ ഒഴിവാക്കിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ BCCI പേജുകൾക്ക് താഴെ തെറിവിളികളുടെയും പ്രതിഷേധങ്ങളുടെയും പ്രവാഹമായിരുന്നു. കമന്റ് ബോക്സുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില തീപ്പൊരി പ്രതികരണങ്ങൾ ഞാൻ വായിക്കാം. ഇതാണോ നിങ്ങളുടെ നീതി? കേരളത്തിൽ നിന്നായതുകൊണ്ട് മാത്രം സഞ്ജുവിനെ തോൽപ്പിക്കാൻ നോക്കണ്ട. ഈ ലോകകപ്പ് ഞങ്ങൾക്ക് വേണം. പക്ഷേ സഞ്ജു ഇല്ലാത്ത ടീമിനെ തോൽവിയിൽ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അഭിഷേക് ശർമ്മയ്ക്ക് എത്ര അവസരം വേണമെങ്കിലും കൊടുക്കാം. സൂര്യയുടെ ഇഷ്ടക്കാർക്ക് ടീമിലിരിക്കാം. പക്ഷേ സഞ്ജു ഒരു കളി തോറ്റാൽ അയാൾ പുറത്ത്. ഇത് ഇന്ത്യൻ ടീമല്ല, ഇത് മുംബൈയുടെ ലോബിയുടെ ക്ലബ് ടീമാണ്. ഫേസ്ബുക്കിലെ ഒരു കമന്റാണ് ഞാനിപ്പം വായിച്ചത്. ഗവാസ്കർ ചോദിക്കുന്നു, സഞ്ജുവിന് എത്ര അവസരം വേണമെന്ന്. ഗവാസ്കർ സാറേ, നിങ്ങളുടെ കാലത്ത് ഇതുപോലെ ഒരു കഴിവുള്ള താരത്തെ ഇത്രയും കാലം പുറത്തിരുത്തിയിട്ടുണ്ടോ? സഞ്ജുവിൻ്റെ കണ്ണീരിന് മറുപടി പറയേണ്ടി വരും. ട്വിറ്ററിലെ ഒരു പ്രതിഷേധമാണത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ ഒരു ഘട്ടത്തിൽ 71-6 എന്ന നിലയിലേക്ക് തകർന്നു. അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്കായി മടങ്ങി. തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഇഷാൻ കിഷാനും ശിവൻ ദുബെയും പരാജയപ്പെട്ടു. ആ സമയം ഗാലറിയിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ സഞ്ജു സഞ്ജു എന്നായിരുന്നു. മുൻനിരയിൽ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തകർച്ച ഇന്ത്യ നേരിടേണ്ടി വരുമായിരുന്നോ? സൂര്യകുമാർ യാദവിന്റെ 84 റൺസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ നാണം കെട്ട് തോൽവി ഏറ്റുവാങ്ങുമായിരുന്നു. സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന് നൽകുന്ന മാനസികമായ കരുത്ത് പോലും കോച്ച് ഗംഭീർ തിരിച്ചറിയുന്നില്ലേ? യുവരാജ് സിംഗ് പറഞ്ഞതുപോലെ ഒരു താരത്തിന് മാനേജ്മെന്റിന്റെ പിന്തുണ അത്യാവശ്യമാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ പിന്തുണ ഒരു മിഥ്യയാണ്. വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷാനെ തിരഞ്ഞെടുത്തത് സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവിനെ ഫാനാണ്. വാങ്കഡയിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് താരങ്ങൾക്ക് മുൻഗണന നൽകാൻ സഞ്ജുവിനെ ബലി കൊടുത്തു. ന്യൂസിലാൻഡ് പരമ്പരയിലെ മോശം ഫോം സഞ്ജുവിന് വിനയായപ്പോൾ സമാനമായ പ്രകടനം നടത്തിയ മറ്റുള്ളവർ എങ്ങനെ ടീമിലെത്തി? തന്റെ IPL ടീമിലെ മുൻ സഹതാരത്തെ ടീമിലെത്തിക്കാൻ സൂര്യകുമാർ സഞ്ജുവിനെ ചതിച്ചോ? 2026 ലോകകപ്പിലെ ഇനിയുള്ള മത്സരങ്ങളിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ മലയാളി ആരാധകർ BCCI വെറുതെ വിടില്ല. സന്നാഹ മത്സരത്തിൽ പോലും സഞ്ജുവിനെ അപമാനിച്ച BCCIയുടെ നിലപാടുകൾക്ക് തിരിച്ചടി നൽകാൻ ആരാധകർ തയ്യാറെടുക്കുകയാണ്. സഞ്ജുവിന് വേണ്ടത് സഹതാപമല്ല, നീതിയാണ്. ഒരു ഫിനിഷ് പക്ഷിയെപ്പോലെ സഞ്ജു തിരിച്ചു വരും. ആ തിരിച്ചുവരവ് വിമർശകരുടെ വായടുപ്പിക്കുന്നതാവട്ടെ. ഇഷാൻ കിഷാന്റെ ഗ്ലൗസുകളേക്കാൾ വേഗത്തിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് സംസാരിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഗവാസ്കർക്കും ശാസ്ത്രിക്കും സൂര്യകുമാറിനും തലകുണിക്കേണ്ടി വരും.